കഴിഞ്ഞ ദിവസം ഒരു സഹോദരിയുടെ കമൻ്റ് കാണാനിടയായി. ഉസ്താദേ, ഞാൻ മരിച്ചുപോയ എൻ്റെ ഉമ്മയെ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കാണുന്നുണ്ട്. സംഭവം കാണുന്നത് എൻ്റെ ഉമ്മാനെയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കാണുന്നത് കൊണ്ട് മനസ്സിൽ വല്ലാത്തൊരു പേടി. എൻ്റെ മരണം അടുക്കാറായോ? മരണപ്പെട്ട ബാപ്പയെയും ഉമ്മയെയും സ്വപ്നം കാണുന്നത് മരണം അടുക്കാറായതിൻ്റെ ലക്ഷണമാണെന്ന് ചില ഉസ്താദുമാർ പറയുന്നുണ്ടല്ലോ. എന്താ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് ചോദിച്ചവരുണ്ട്. അങ്ങനെ ഒരു യാഥാർത്ഥ്യം ഉണ്ടോ? നമുക്കത് പഠിക്കണ്ടേ, മനസ്സിലാക്കണ്ടേ. പല ആളുകളും മരണപ്പെട്ടു പോയ ഉമ്മാനെയും ഉപ്പാനെയൊക്കെ സ്വപ്നം കാണാറുണ്ട്. എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? ചില ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ കമൻറ്റിൻ്റെ ചുവടെ റിപ്ലൈ എന്നോണം വന്നത് കാണാം. ഉസ്താദേ, എൻ്റെ ഉമ്മ മരിച്ചിട്ട് ഏതാണ്ട് 12 കൊല്ലമായി, എൻ്റെ ബാപ്പ മരിച്ചിട്ട് 15 കൊല്ലമായി. ഇന്ന് വരെ ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല. സ്വപ്നത്തിലെങ്കിലും ഒന്ന് കാണാൻ വല്ലാത്ത കൊതിയുണ്ട്. അതിനെന്തെങ്കിലും ഒരു ദിക്റുണ്ടോ? അങ്ങനെ ഒരു ദിക്റുണ്ട്. അള്ളാഹുവിൻ്റെ മഹാരഥന്മാർ പഠിപ്പിച്ചു തന്ന, അവരനുഭവിച്ചറിഞ്ഞ ആ ഒരു സുന്ദരമായ ദിക്ർ നമുക്ക് ഇൻഷാ അല്ലാഹ് പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ ആ ദിക്റും ഈ സ്വപ്നത്തിൻ്റെ ആശയവും ഒക്കെ ഒന്ന് മനസ്സിലാക്കി പഠിച്ച് ജീവിതത്തിൽ അള്ളാഹുവിനെ ഭയന്ന് മുൻപോട്ട് പോകാൻ പടച്ച റബ്ബ് തൗഫീക്ക് നൽകട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക. നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഒരാളെയും ഒരു ഗ്രൂപ്പും വിടാതെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന നിലക്ക് എല്ലാവരിലേക്കും ഈ ഇൽമ് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ദുആവസിയത്തുകളാണുള്ളത്. എല്ലാവരുടെയും മുറാദുകൾ പടച്ച റബ്ബ് ഹാസുലാക്കി തരട്ടെ. ഈ സദസ്സിൻ്റെ ബറക്കത്തുകൊണ്ട് നമ്മുടെ മനസ്സല്ലാഹു ടെൻഷൻ ഫ്രീ ആക്കി തരുമാറാകട്ടെ. സ്വപ്നവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത് അല്ലേ. നല്ല സ്വപ്നങ്ങൾ അള്ളാഹുവിൽ നിന്നാണ്, മോശം സ്വപ്നങ്ങൾ ശൈത്വാനിൽ നിന്നാണെന്നൊക്കെ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മോശം സ്വപ്നം കണ്ടാൽ എന്ത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് കടക്കുന്നില്ല. എപ്പോഴാണ് ഒരു സ്വപ്നത്തിന് നമ്മളിങ്ങനെ അർത്ഥം അന്വേഷിച്ച് നടക്കേണ്ടത്, വ്യാഖ്യാനം അന്വേഷിച്ച് നടക്കേണ്ടത്? ചില നിബന്ധനകളോടുകൂടെ കണ്ട സ്വപ്നങ്ങൾക്ക് മാത്രം വ്യാഖ്യാനം അന്വേഷിച്ചാൽ മതി. അതായത് നമ്മൾ വുളൂഓടെ കിടന്നുറങ്ങുന്ന മനുഷ്യനാണെങ്കിൽ, വുളൂഓടെ നമ്മൾ കിടന്നുറങ്ങി ആ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങൾ എപ്പോഴെങ്കിലും ഒരിക്കൽ കണ്ടതല്ല, പതിവായി വുളൂഓടെ കിടക്കുന്ന സ്വപ്നത്തിൽ വുളൂഓടെ കിടന്ന് ഉറങ്ങുന്ന ഉറക്കത്തിൽ ചില സ്വപ്നങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? വ്യാഖ്യാനം അന്വേഷിച്ചാൽ മതി. മനസ്സിലാകുന്നുണ്ടോ? ഇനി എല്ലാ സ്വപ്നത്തിനും വ്യാഖ്യാനം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലത് ഹദീസുൻ നഫ്സാണ്. നമ്മൾ രാവിലെ സംസാരിച്ച കാര്യങ്ങളായിരിക്കും സ്വപ്നത്തിൽ കാണുക. ചിലപ്പോൾ പിശാചിൻ്റെ കുതന്ത്രങ്ങളായിരിക്കും, ചിലത് പേക്കിനാബുകളായിരിക്കും. അപ്പോൾ എല്ലാത്തിനും നമ്മളിങ്ങനെ വ്യാഖ്യാനം അന്വേഷിച്ച് നടക്കേണ്ടതില്ല. പതിവായി ഈ വുളു എടുത്തുറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നങ്ങളിൽ പതിവായി കാണുന്ന സ്വപ്നങ്ങളുണ്ടെങ്കിൽ ചിലതൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ ഈ സഹോദരിക്ക് സംഭവിച്ചതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉമ്മാന സ്വപ്നം കാണുന്നുണ്ട്. എന്താ അതിൻ്റെ ആശയം? മനസ്സിലാക്കണ്ടേ? അല്ലാഹു റബ്ബുൽ ആലമീൻ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അപ്പോൾ മരണപ്പെട്ട മാതാപിതാക്കളെ സ്വപ്നം കണ്ടാൽ, അല്ലെങ്കിൽ മരണപ്പെട്ട നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, ഇവരെയൊക്കെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മരിക്കും എന്നതാണോ അതിൻ്റെ സൂചന? ആണോ? നമ്മുടെ ഉമ്മാനെ കണ്ടാൽ, നമ്മുടെ വാപ്പാനെ കണ്ടാൽ, അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട ബന്ധുമിത്രാദികൾ, ഇവരൊക്കെ മരിച്ചുപോയതായി, അല്ലെങ്കിൽ മരിച്ചുപോയവരാണ്, ഇവരൊക്കെ മരണപ്പെട്ടവരാണ്. മരണപ്പെട്ടതിന് ശേഷം ഇവരെ കണ്ടാൽ നമ്മൾ മരിക്കും എന്നൊരർത്ഥം അതിനുണ്ട്. നമ്മുടെ മരണം ഏതാണ്ട് ആകാറായിട്ടുണ്ട് എന്നുള്ളൊരു ആശയം അതിലുണ്ട്. പക്ഷെ എല്ലാം അങ്ങനെയല്ല. എപ്പോഴാണ് അങ്ങനെ ഒരു ആശയം വരിക, എപ്പോഴാണ് അങ്ങനെ ഒരു ആശയം വരാതിരിക്കുക? രണ്ടും നമുക്ക് അതൊരു വേർതിരിച്ച് തന്നെ പഠിക്കേണ്ടതാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. പിന്നെ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ 100% ഇത് തന്നെയായിരിക്കും എന്ന് നമുക്കിത് പഠിപ്പിച്ചെന്ന ഇമാമിങ്ങൾ അഭിപ്രായപ്പെട്ടിട്ടില്ല കേട്ടോ. മഹാനായ ഇബ്നു സീരീൻ റഹിമഹുല്ലയെ പോലെ, അബ്ദുൽ ഗനിയൻ നാബൽസി റളിയല്ലാഹു അൻഹുവിനെ പോലെ സ്വപ്ന വ്യാഖ്യാനത്തിൽ വലിയ മേഖലകളിലേക്ക് എത്തിയ അയിമ്മത്തുകളുടെ കിതാബുകളാണ് നമ്മൾ ഉദ്ധരിക്കുന്നത്. പക്ഷെ ഇവർ പോലും ഇത് തന്നെ നടക്കും എന്നൊന്നും പറഞ്ഞിട്ടില്ല. സാധ്യതകളാണ്. ദർസ് എ പോസിബിലിറ്റി, ഒരു ചാൻസ് ആണ് അവർ പറയുന്നത് കേട്ടോ. ഏതായാലും നമുക്കൊന്ന് പഠിക്കാം. അപ്പോൾ മരണപ്പെട്ട മാതാപിതാക്കൾ, ഉമ്മ മരിച്ചുപോയി, അല്ലെങ്കിൽ മരണപ്പെട്ട വാപ്പ, അല്ലെങ്കിൽ നമ്മുടെ മരണപ്പെട്ടു പോയ കുടുംബാദികൾ ആരെങ്കിലും സ്വപ്നത്തിൽ നമ്മളെ വന്ന് ബിസൗത്തിൻ റഫിയ, നല്ല ഉറക്കെ നമ്മളെ അങ്ങ് വിളിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പേര്, ഇപ്പോൾ എൻ്റെ പേര് മുഹമ്മദ് ഷാഫി. ഇപ്പോൾ മരിച്ചുപോയ എൻ്റെ ഉമ്മ സ്വപ്നത്തിൽ വന്നിട്ട് ഷാഫി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുകയാണ്, ഉറക്കെ വിളിക്കുകയാണ്. അത് മാത്രമല്ല,
നമ്മുടെ അടുത്ത് വന്നിട്ട് അവർ ബാ പോകാം എന്ന് പറയുന്നുണ്ട്. ഒന്നുകിൽ ഉറക്കെയുള്ള ശബ്ദത്തിൽ വിളിക്കുക, അല്ലെങ്കിൽ നമ്മുടെ അടുക്കൽ വന്നിട്ട് വാ വാ നമുക്ക് പോവാം എന്ന് മരണപ്പെട്ട ആൾ വന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ഇബ്നു സീരീൻ റഹിമഹുല്ലയുടെ അഭിപ്രായ പ്രകാരം നമ്മുടെ മരണം ഏതാണ്ട് അടുത്തിട്ടുണ്ട് എന്നാണ്. ഇത് തന്നെ നടക്കുമെന്ന് പറഞ്ഞ് പേടിച്ച് നടക്കല്ലേ. മരണം നമുക്ക് മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞാൽ അത് പേടിക്കേണ്ട കാര്യമല്ല, അത് നല്ല കാര്യമാണ്. നമുക്ക് നന്നാകാനുള്ള ഒരു ചാൻസ് പടച്ചോൻ തരികയാണ്. പക്ഷെ എത്ര പേർക്ക് അങ്ങനെ അവസരം കിട്ടാറുണ്ട്? ചിലർ പെട്ടെന്ന് ആക്സിഡൻറ്റിൽ മരിക്കുന്നു, പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിക്കുന്നു, പെട്ടെന്ന് ഉറക്കത്തിൽ കിടന്ന് മരിക്കുന്നു, അറിയണില്ല എൻ്റെ മരണം ആകാറായിട്ടുണ്ടെന്ന്. പക്ഷേ നമുക്കൊരു സൂചന കിട്ടിയാൽ നമുക്ക് നന്നാകാനുള്ളൊരവസരമല്ലേ, അള്ളാഹുവിലേക്ക് തൗബ ചെയ്യാനുള്ളൊരു അവസരമല്ലേ. അങ്ങനെയുള്ള അവസരങ്ങളാക്കി ഇതിനെ നമ്മൾ മുതലാക്കണം എന്നുള്ളതാണ്. മനസ്സിലായോ? ടെൻഷൻ അടിക്കുകയല്ല വേണ്ടത്, നന്നായി ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി രണ്ടാമത്തെ ഒരു ആശയം ഇങ്ങനെയാണ്, മരണപ്പെട്ട ആളുകൾ നമ്മളോട് ഒരു ഡിസ്കഷൻ നടത്തുകയാണ്, ഒരു ചർച്ച. നല്ല കാര്യമാണ് ചർച്ച ചെയ്യണത്. നല്ല കാര്യങ്ങൾ. നമ്മളിങ്ങനെ മരണപ്പെട്ട നമ്മുടെ ഉസ്താദിൻ്റെ കൂടെ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാരുടെ കൂടെ, അല്ലെങ്കിൽ വാപ്പാടെ കൂടെ, ഉമ്മാടെ കൂടെ നമ്മളിങ്ങനെ ഇരുന്ന് ഒരു കഥ പറയുന്നത് പോലെ വർത്തമാനം പറയുന്നത് കണ്ടാൽ തദുല്ലു അലാ മക്കാനത്തിൽ മയ്യിത്തി ഫിൽ ജന്ന, സ്വർഗത്തിൽ ആ മനുഷ്യന്, മരിച്ചുപോയ മനുഷ്യന് ഉന്നത സ്ഥാനമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത്രേ. അപ്പോൾ നമ്മൾ ഉമ്മാൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറയണം, നല്ല കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ മനസ്സിലായിക്കും ഉമ്മ സന്തോഷിച്ച് വർത്തമാനം പറയുന്ന രൂപമാണ് കാണുന്നതെങ്കിൽ സ്വർഗത്തിൽ ഉമ്മാക്ക് ഒരു നല്ല സ്ഥാനം അള്ളാഹു നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ തമ്മിൽ സംസാരിക്കാൻ മറ്റൊരാശയം ഇങ്ങനെയാണ്, അതായത് നമ്മൾ സംസാരിക്കണതിൻ്റെ ഇടയിൽ വയത്തുലുബു മിൻഹു ഷൈഅ, നമ്മിൽ നിന്നൊരു കാര്യം ഉമ്മ അല്ലെങ്കിൽ വാപ്പ ചോദിക്കുന്നുണ്ട്. ഉമ്മനെ അത് ഉമ്മക്ക് തരുമോ, അല്ലെങ്കിൽ വാപ്പ എന്തെങ്കിലുമൊക്കെ നമ്മളോട് ചോദിക്കാം. എന്തോ ആയിക്കോട്ടെ, ചിലപ്പോൾ പൈസ ആയിരിക്കും, അല്ലെങ്കിൽ ഇച്ചിരി വെള്ളമായിരിക്കും, അല്ലെങ്കിൽ ഭക്ഷണമായിരിക്കും, എന്തോ ആയിക്കോട്ടെ, നമ്മളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഈ സംസാരിക്കുന്നതിനിടയിൽ നമ്മുടെ മാതാപിതാക്കളോ വേണ്ടപ്പെട്ടവരോ ചോദിക്കുന്നുണ്ടെങ്കിൽ ദലാല അലാ ഹാജത്തിൽ മയ്യിത്തി ലിസ്സദഖത്തി വദ്ദുആ, നമ്മളിൽ നിന്ന് നമ്മുടെ മരിച്ചുപോയ വാപ്പായുമായി ആഗ്രഹിക്കുന്നുണ്ട് എന്ത്, അവരുടെ പേരിൽ വല്ല സ്വതക്കയോ വല്ല ദുആവോ ഒന്ന് ചെയ്യാനായിട്ട്. അവരുടെ പേരിൽ മക്കളെ ഒന്ന് യാസീനോദി ദ്വാരക്കാൻ അവർ കൊതിക്കുന്നുണ്ട്, അവരുടെ പേരിൽ വല്ല സ്വതക്കം ചെയ്യാനായിട്ട് കൊതിക്കുന്നുണ്ട് ആ മനുഷ്യന്മാർ. ഒന്ന് ചെയ്യടാ, ഞങ്ങൾ ഖബറിൽ സന്തോഷിക്കട്ടെ, ഞങ്ങൾക്ക് ഖബറിലൊരു സുഖം കിട്ടട്ടെ, നിന്നൊക്കെ എത്ര പോറ്റി വളർത്തിയതല്ലേ, ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് താടാ, ഞങ്ങൾക്കൊന്ന് എന്തെങ്കിലുമൊക്കെ താമോളെ, നീ നിൻ്റെ കാര്യം മാത്രം നോക്കി നടക്കല്ലേടി എന്നൊരാശയമാണ് അവിടെ ഉള്ളത് എന്നാണ്. സുബ്ഹാനക യാ റബ്ബ്. അപ്പോൾ മാതാപിതാക്കളെ മറക്കരുത്, മരിച്ചുപോയ മാതാപിതാക്കളുടെ മേൽ സ്വതക്ക ചെയ്യാൻ, അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ മറക്കുന്ന മക്കളാകരുത്. അങ്ങനെ നമ്മൾ ആയിക്കഴിഞ്ഞാൽ, നമ്മൾ മരിച്ചാൽ നമ്മുടെ മക്കൾ അതുപോലെ തന്നെ ആവുന്നതാണ്. കമാ തദീനു തുദാൻ, നിങ്ങൾ എന്താണോ ചെയ്യണത് അതേ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി മറ്റൊരാശയം ഇങ്ങനെയാണ്, നമ്മുടെ മാതാപിതാക്കൾ, അല്ലെങ്കിൽ ഇവരൊക്കെ മരിച്ചുപോയവരെ കുറിച്ച് മാത്രമാട്ടോ ഇന്നത്തെ ചർച്ച. മാതാപിതാക്കൾ അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ നമ്മളോടിങ്ങനെ ദേഷ്യപ്പെടുക, നമ്മളോട് ദേഷ്യപ്പെടുകയാണ്, നമ്മളോട് ചൂടാവുകയാണ്. അതിൻ്റെ ആശയം എന്താണ്? അതായത് അവർ വെറുക്കുന്ന എന്തോ ഒരു തെറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്, ആ തെറ്റ് അവർക്ക് സഹിക്കാൻ പറ്റണില്ല, അതാണ് അവർ ദേഷ്യപ്പെടുന്നത്. വേഗം തൗബ ചെയ്ത് ആ തെറ്റിൽ നിന്ന് മാറി നിന്നോ, ഇല്ലെങ്കിൽ നീ അപകടത്തിൽപ്പെടും. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസില്ലേ, നമ്മൾ ചെയ്യുന്ന നന്മകൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ മുൻഗാമികളായ നമ്മുടെ മാതാപിതാക്കളെ പോലെ നമ്മുടെ കുടുംബാദികളെ അള്ളാഹു കാണിച്ചു കൊടുക്കും അത്രേ. നല്ലത് ചെയ്യുകയാണെങ്കിൽ ഇസ്തബ്ശിറൂ, അവർ സന്തോഷിക്കും, മോശം ചെയ്യുകയാണെങ്കിൽ അവർ കരയുന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ ബാപ്പായുമായും അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവർ വന്ന് നമ്മളോട് ദേഷ്യപ്പെടുകയാണെന്ന് വെച്ചോ, അതിൻ്റെ അർത്ഥം ഇതാണ്, അവർ വെറുക്കണ എന്തോ ഒരു കാര്യം നമ്മൾ ചെയ്യാനുണ്ട്, ഒരു തെറ്റാണത്, വേഗം അതിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങണേ എന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്. ഇനി മറ്റൊരാശയം ഇങ്ങനെ, നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആളുകൾ പള്ളിയിൽ നിൽക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അള്ളാഹു അവരുടെ ഖബറിൽ വലിയ സന്തോഷം നൽകുന്നതാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ചിലർ പറയും, ഉസ്താദ് ഞാൻ എൻ്റെ ഉമ്മാനെ ഹറമിൽ വെച്ച് കണ്ടു, അല്ലെങ്കിൽ ഉപ്പാനെ ഹറമിൽ കണ്ടു, അല്ലെങ്കിൽ മദീനത്ത് വെച്ച് കണ്ടു, അൽഹംദുലില്ലാഹ് അതൊരു സന്തോഷമാണ്, അവരുടെ ഖബറിൽ സന്തോഷം ഉണ്ടെന്ന് മനസ്സിലാക്കിക്കോ. മനസ്സിലായോ? അവരുടെ ഖബറിൽ സമാധാനമുണ്ട്, സന്തോഷം ഉണ്ടെന്ന് നീ അറിഞ്ഞോ. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതുപോലെ മരണപ്പെട്ട ആളുകൾ നമുക്ക് കുടിക്കാനായിട്ട് വെള്ളം അല്ലെങ്കിൽ കഴിക്കാനായിട്ട് ഭക്ഷണം അങ്ങനെ വല്ലതും തന്നു. ഒരു സഹോദരി കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഉസ്താദ് എൻ്റെ ഉമ്മ എനിക്ക് സ്വപ്നത്തിൽ ആപ്പിൾ തന്നു. അതിൻ്റെ ആശയം ഇമാമിങ്ങൾ പറയുന്നുണ്ട്, താമസിക്കാതെ നീ സാമ്പത്തികമായിട്ട് ഉയരും കേട്ടോ, നിൻ്റെ കച്ചവടത്തിൽ അല്ലാഹ് ബർക്കത്ത് ചെയ്യും, നിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ അല്ലാഹ് മാറ്റിത്തരും, നീ അങ്ങോട്ട് ഉയരും മോളെ, നീ തളരൂല, നിനക്ക് ദാരിദ്ര്യം വരൂല, നീ അങ്ങോട്ട് സാമ്പത്തിക മേഖലയിൽ ഉയരുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്. ഇനി മറ്റൊരാശയം നോക്കിയേ, മരണപ്പെട്ട ആളുകൾ നമ്മളോട് സലാം പറയുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ, ഇപ്പോൾ വാപ്പ സ്വപ്നത്തിൽ വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഉമ്മ പറഞ്ഞു, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ മക്കൾ
അല്ലെങ്കിൽ മാതാപിതാക്കൾ ആരും ആയിക്കോട്ടെ നമ്മളോട് സലാം പറയുന്നുണ്ട്, അതിൻ്റെ ആശയം അള്ളാഹിൻ്റെ അടുക്കൽ അവർക്ക് വലിയ സ്ഥാനമുണ്ട്. അള്ളാഹുവിൻ്റെ അടുക്കൽ അവർ സുരക്ഷിത സ്ഥാനത്താണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം എന്നാണ്. സുബ്ഹാനല്ലാഹ്. ഇനി മറ്റൊന്ന്, മരണപ്പെട്ട ആളുകൾ, നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇവർ കേടുവന്ന ഒരു പഴയ വസ്ത്രം ധരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അതിൻ്റെ ആശയം നിനക്ക് എത്രയും പെട്ടെന്ന് ദാരിദ്ര്യം സംഭവിക്കുമെന്നതാണ്. നിൻ്റെ സാമ്പത്തിക മേഖലയിൽ നീ നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് തകർച്ച ഉണ്ടാവും, അവിടെ നിനക്ക് ദാരിദ്ര്യം ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ അള്ളാഹുവിനോട് ഇതൊക്കെ കാവൽ തേടുക. എങ്ങനെയൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അള്ളാഹിനോട് കാവൽ തേടുക. ഇനിയിപ്പോൾ എന്ത് സ്വപ്നം കണ്ടാലും ഒക്കെ കാണിക്കുന്നത് റബ്ബ് തന്നെയാണ്, നമുക്ക് എന്ത് ഹൈറും ഷെറും തരുന്നത് റബ്ബ് തന്നെയാണ്. അപ്പോൾ അവനോട് ദ്വാരക്കല്ലാണ്ട് വേറെ എന്താ ചെയ്യുക? ടെൻഷൻ അടിച്ചിട്ടൊന്നും കാര്യമില്ല. ദുആ വിധിയെപ്പോലും മാറ്റും. പിന്നെയാണ് സ്വപ്നത്തെ, ഇല്ലേ? ഇപ്പോൾ പേടിക്കാനുള്ളതല്ല, അള്ളാഹിനോട് ദ്വാരക്കാം. ഓക്കെ. ഇനി മറ്റൊന്ന്, മരണപ്പെട്ട ആളുകൾ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ഇപ്പോൾ നമ്മൾ സ്വപ്നം കാണുന്നുണ്ട്, നമ്മുടെ വാപ്പ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. ഫറഹൻ, സന്തോഷിച്ചുകൊണ്ട് അവരണേ, ഭയങ്കര സന്തോഷം, ആൾ സന്തോഷിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആശയം എന്താണെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടി അവരുടെ അഹ്ലുകാർ ചെയ്ത നന്മകളുണ്ടല്ലോ, എന്തൊക്കെ, ഇപ്പോൾ യാസീൻ ഓതി, ഇനി അവരുടെ പേരിൽ ആണ്ട് നടത്തി, അവരുടെ പേര് മൗലിദ് കഴിച്ചു, പാവപ്പെട്ടവർ സഹായിച്ചു, ഭക്ഷണം കൊടുത്തു, ദാനം ചെയ്തു, ഇതൊക്കെ അള്ളാഹ് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കോ. അവരുടെ പേരിൽ നീ ചെയ്ത നന്മകൾ അള്ളാഹു സ്വീകരിച്ചത് കൊണ്ട് നിൻ്റെ വീട്ടിലേക്ക് അവർ സന്തോഷത്തോടെ വരികയാണെന്നാണ്. സുബ്ഹാനല്ലാഹ്. ഇനി അതേ രൂപത്തിൽ തന്നെ അവരെ ലാഹിക്കൻ ചിരിച്ചു വരുന്ന നിലയിലാണ് കണ്ടതെങ്കിൽ അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കിക്കോ. മരിച്ചുപോയ വാപ്പ അല്ലെങ്കിൽ ഉമ്മ അല്ലെങ്കിൽ ഭാര്യ, ഭർത്താവ് വീട്ടിലേക്ക് ഇങ്ങനെ കയറി വന്നിട്ട് അമ്മയുടെ അടുത്തിരുന്നിട്ട് എവിടെയടി, എന്താടി വിശേഷം, സന്തോഷമാണ്, നീ ചെയ്ത നന്മകളൊക്കെ പടച്ചോൻ അവർക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറക്കരുത് കേട്ടോ, നമ്മളെപ്പോഴും നന്മ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പങ്ക് മിസ്ലി സവാബ് മരണപ്പെട്ട മാതാപിതാക്കൾക്ക്, ബന്ധുമിത്രാദികൾക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കണേ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അങ്ങനെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഈ വിഷയകമായി വന്നിട്ടുണ്ട്. കുറച്ച് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ചോദിക്കപ്പെട്ട സംശയങ്ങളിലുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇനിയും ഒരു അനന്ത സാഗരം പോലെ കിടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ നമുക്ക് പറയാം. ഏതായാലും അള്ളാഹു റബ്ബുൽ ആലമീൻ നല്ല സ്വപ്നങ്ങൾ കാണിച്ചു തരും, അല്ലേ? അർ-റുഅ്യ, അള്ളാഹു റബ്ബുൽ ആലമീൻ ഇതിൻ്റെ വിശദീകരണം പറയുന്നുണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ. നല്ല സ്വപ്നങ്ങൾ അള്ളാഹുവിൽ നിന്നാണ്, മോശം സ്വപ്നങ്ങൾ, നമ്മളെ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളുണ്ടെങ്കിൽ അത് പിശാചിൽ നിന്നാണ്. അപ്പോൾ എന്ത് ചെയ്യണം? മോശം സ്വപ്നം കാണുകയാണെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇടതുഭാഗത്തേക്ക് തുപ്പണം, ആ സ്വപ്നത്തിൽ നിന്ന് അള്ളാഹിനോട് കാവൽ തേടണം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് കാവൽ തേടണം. ആ സ്വപ്നം ആരോടും പോയി പറയാൻ നിൽക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? നല്ല സ്വപ്നമാണെങ്കിലോ നമുക്ക് മറ്റുള്ളവരോട് വേണമെങ്കിൽ പറയാം, പറയൽ നിർബന്ധമൊന്നുമില്ല. അസൂയ ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള ആളുകളോടൊന്നും പറയാൻ പോകരുത് കേട്ടോ. നല്ല സ്വപ്നങ്ങൾ കാണാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അപ്പോൾ ഒരു ചോദ്യമുണ്ട് ഉസ്താദേ, എൻ്റെ ഉമ്മായും വാപ്പായൊക്കെ മരിച്ചു പോയിട്ട് 15-12 കൊല്ലമായി, ഒന്ന് കാണാൻ കൊതിയുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ മരിച്ചുപോയ വാപ്പാനും ഉമ്മാനും സ്വപ്നം കാണാൻ? അല്ലെങ്കിൽ മരിച്ചുപോയ ഭർത്താവിനെ കാണാൻ, ഭാര്യയെ കാണാൻ, സഹോദരങ്ങളെ കാണാൻ? അതിന് മഹാനായ ഇമാം ഹസനുൽ ബസ്വരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യമുണ്ട്. തങ്ങൾ ഉദ്ധരിക്കുന്നൊരു സംഭവമാണത്. ഹസനുൽ ബസ്വരി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, നിങ്ങൾ ഇശാ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇശാൻ്റെ സുന്നത്തൊക്കെ നിസ്കരിച്ചതിന് ശേഷമേ 4 റക്അത്ത് മുത്തലക്കൻ സുന്നത്ത് നിസ്കരിക്കുക. മുത്തലക്കൻ എന്ന് പറഞ്ഞാൽ നിരുപാധികം, സാധാരണ 4 റക്അത്ത്, അതായത് 2 റക്അത്തായിട്ട് നിസ്കരിക്കുക. അപ്പോൾ ഇങ്ങനെ സുന്നത്താക്കപ്പെട്ട 2 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി നിസ്കരിക്കുന്നു. നെയ്യത്ത് ചെയ്തിട്ട് സാധാ വേറെ ഒന്നും ചേർക്കണ്ട, 2 റക്അത്ത് നിസ്കരിക്കുക, ശേഷം 2 റക്അത്ത് നിസ്കരിക്കുക, അങ്ങനെ മൊത്തം 4. അപ്പോൾ 4 എണ്ണത്തിലും ഫാത്തിഹ ഓതണം. ഫാത്തിഹയ്ക്ക് ശേഷം എല്ലാ റക്അത്തിലും 1, 2, 3, 4 റക്അത്തിലും അൽഹാകുമുത് തകാസുർ സൂറത്ത് പാരായണം ചെയ്യുക. മനസ്സിലായി? സൂറത്തു തക്കാസുർ, അൽഹാകുമുത് തകാസുർ പാരായണം ചെയ്യുക. പാരായണം ചെയ്തതിന് ശേഷം നിങ്ങൾ ദുആ ചെയ്തോ, അല്ലാഹുവോട് ദുആ എന്നിട്ട് നിങ്ങൾ കിടക്കണം. നമ്മൾ കിടക്കാൻ സമയമാകുമ്പോഴേ ഇത് ചെയ്താൽ മതി കേട്ടോ. ഉറങ്ങാൻ നേരത്തെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ പറയണത്. എന്നിട്ട് കിടന്നുകൊണ്ട് നിങ്ങളൊരു ദുആ ചെയ്യണം. എന്താ ദുആ ചെയ്യേണ്ടത്? സ്ക്രീനിൽ കാണാം, അല്ലാഹുമ്മ അരിനി ഡാഷ് അലൽ ഹാലത്തില്ലത്തി അലൈഹാ. അപ്പോൾ അല്ലാഹുമ്മ അരിനി, അല്ലാഹു നീ എന്നെ കാണിച്ചു തരണേ എന്നാണ്. ഡാഷ്, ആരെയാണോ നിങ്ങൾക്ക് കാണേണ്ടത് അയാളുടെ പേര് അവിടെ പറയാം. അപ്പോൾ എങ്ങനെ? അല്ലാഹുമ്മ അരിനി, ഇപ്പോൾ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരാളെയാണ് നിങ്ങൾക്ക് കാണേണ്ടതെങ്കിൽ അല്ലാഹുമ്മ അരിനി അബ്ദുറഹ്മാൻ അലൽ ഹാലത്തില്ലത്തി അലൈഹാ എന്ന പ്രാർത്ഥന ഇതിങ്ങനെ പതിവാക്കിയാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെ സ്വപ്നത്തിൽ കാണാനുള്ള തൗഫീക്ക് നൽകുമെന്ന് ഇമാം ഹസനുൽ ബസ്വരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? അല്ലാഹു അതിനൊക്കെ തൗഫീക്ക് നൽകട്ടെ. ദിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده
عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. بشهر ربيع قد بدا نوره الأعلى فيا حبذا بدر بذاك الحيما يجلى. الله 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 عليه توكلوا أنارت به الأكوان شرقا ومغربا وأهل السماء قالوا له مرحبا أهلا. الله 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 عليه توكلوا وألبس ثوب النور عزا ورفعة فما مثله في خلعة الحسن يستجلى. الله 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 عليه توكلوا. ولما رآه البدر حار لحزنه وشاهد منه بهجة تسلب العقلا. الله 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 عليه توكلوا. وأطفئ نور الشمس من نور وجهه فلله ما أبهى ولله ما أحلى. الله 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 عليه توكلوا. آيا مولد المختار جدت شوقنا إلى خير مبعوث جليل حوى الفضل. صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البرية وسعدا مقيما بافتخار بمولدي له خبر عن حسنه أبدا يتلى. صلاة وتسليم على المصطفى المختار خير البرية سألنا إله العرش يرحمنا به ويغفر لنا ذنبا ويجمع به شملا. صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البرية عليه صلاة الله محبة الصبا وما صار حاد نياقي للمعنى. صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البرية. الحمد لله رب العالمين
اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അർഹമുർറാഹിമായ കരുണക്കടലായ അല്ലാഹ് ഈ സദസ്സ് നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. നിന്റെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തതും യാ റബ്ബനാ സ്വലാത്തുകൾ ചൊല്ലിയതും പടച്ചവനെ നിന്റെ ഹബീബിന്റെ മദ്ഹുകൾ ചൊല്ലിയതും നീ സ്വീകരിക്കണേ അല്ലാ. നീ ഖായിബാക്കല്ലേ അല്ലാ. നീ തടഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ലാ. ഖൽബുകൾ പൊട്ടുകയാണ് റബ്ബേ, സങ്കടങ്ങൾ ധാരാളമുണ്ട് അല്ലാ. എല്ലാ സങ്കടങ്ങൾക്കും പരിഹാരം നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ കുടുംബത്തിൽ ഐക്യവും സുരക്ഷിതത്വവും നൽകണയല്ല, പരസ്പര സ്നേഹവും വിശ്വാസവും നൽകണയല്ല. ഇണകളെയും സന്താനങ്ങളെയും നീ നന്നാക്കണയല്ല, നിസ്കാരമുള്ള സ്വാലിഹീങ്ങളാക്കണയല്ല, പൊന്നുമക്കളെ ആബിദീങ്ങളാക്കണയല്ല, മാതാപിതാക്കളോട് അദബുള്ള സന്താനങ്ങളാക്കണയല്ല. ഈ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദിന്റെ ബറക്കത്ത് കൊണ്ട് പടച്ചവനെ ഞങ്ങളുടെ സ്വബാഹുൽ ഖൈർ കുടുംബത്തെയും അതുപോലെ മറ്റു മജ്ലിസുകളിൽ പങ്കെടുക്കുന്ന കുടുംബങ്ങളെയും ഈ മജ്ലിസിലേക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ സഹായിക്കാൻ വേണ്ടി ഹദിയ ചെയ്യുന്നവരെയും നീ ചേർത്തു പിടിക്കണേ അല്ലാ. നീ കൈവെടിയല്ലേ അല്ലാ. പ്രയാസങ്ങളെല്ലാം ദൂരീകരിക്കണേ അല്ലാ. അർഹമുർറാഹിമായ കരുണക്കടലായ റബ്ബേ, നീ ഞങ്ങളെ കബൂൽ ചെയ്യണേ അല്ലാ. കടബാധ്യതകൾ ഏറ്റെടുക്കണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ഹൈറായ തൊഴിൽ നൽകണേ അല്ലാ. പടച്ചവനെ ജോലിക്കായി വിദേശ ലോകത്തേക്ക് പോയവരുണ്ട്, വിദേശ രാജ്യങ്ങളിലേക്ക് പോയവരുണ്ട്. യാ റബ്ബനാ ഹൈറായ തൊഴിൽ നീ നൽകണേ അല്ലാ. തടസ്സങ്ങളെല്ലാം നീക്കണേ അല്ലാ. സിഹറുകൾ കണ്ണേറുകൾ ബാത്തുലാക്കണേ അല്ലാ. മക്കളില്ലാതെ വേദനിക്കുന്നവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ നൽകണേ അല്ലാ. റഹമുർറാഹിമായ കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, അസുഖബാധിതർ ധാരാളമുണ്ട്, പരിപൂർണ ശിഫാ നൽകണേ അല്ലാ. ആജിലായ ശമനം നൽകണേ അല്ലാ. സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ. പടച്ചവനെ പലരും ഹോസ്പിറ്റലുകളിലാണ്, പരിപൂർണ സൗഖ്യം നൽകണേ അല്ലാ. പരിപൂർണ സൗഖ്യം നീ നൽകണേ അല്ലാ. പരിപൂർണ സൗഖ്യം നീ നൽകണേ അല്ലാ. റഹമുർറാഹിമായ കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, യാ റബ്ബനാ, പടച്ചവനെ വീടില്ലാത്തവരുണ്ട്, ഹൈറായ ഭവനം നൽകണേ അല്ലാ. സ്വന്തമായി വീടെന്നൊരു സ്വപ്നം എത്രയും പെട്ടെന്ന് സാക്ഷാത്കരിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. ഗർഭിണികളുണ്ട്, സുഖപ്രസവം നൽകണേ അല്ലാ. മക്കളില്ലാത്തവരുടെ കണ്ണുനീർ നീ തുടയ്ക്കണേ അല്ലാ. വിവാഹപ്രായമെത്തിയവരുണ്ട്, അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. യാ റബ്ബനാ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കുടുംബങ്ങളിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന് വിട പറഞ്ഞു പോയവർ എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഖബറിടം പ്രകാശപൂരിതമാക്കണേ അല്ലാ. പടച്ചവനെ ജീവിച്ചിരിക്കുന്ന കാരണവന്മാർ, മാതാപിതാക്കൾ എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങളാരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ ത്വാഅത്തിനായി നൽകണേ തമ്പുരാനെ. ഈ സദസ്സിനെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ ജന്നാത്തുൻ നഈമിൽ നിന്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണേ അല്ലാ. ആമീൻ برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. والسلام عليكم ورحمة الله وبركاته.